വിശിഷ്ട അതിഥികളെല്ലാം വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാല വളർച്ചയെ വിലയിരുത്തുന്നതിനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും 2031 കേരളം എങ്ങനെയായിരിക്കണം വിശാലമായ കാഴ്ചപ്പാടുകളിൽ ഉതകുന്ന ആശയങ്ങൾ സ്വീകരിക്കുന്നതിനായി വിഷൻ 2031 ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചടങ്ങിന് സ്വാഗതം അർപ്പിക്കുന്നതിനായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ശ്രീമതി ഹിമ കെ IAS അവരുടെ സാദരം ക്ഷണിച്ചിരുന്നു. നമസ്കാരം. ഈ ചടങ്ങിന്റെ വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ വിഷൻ 2031 ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2031 കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയാക്കുകയാണ്. ആഗോള ഭക്ഷ്യഭദ്രതാ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല വളർച്ചയെ വിലയിരുത്തുന്നതിനും ഭാവി വികസന ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിനും 2031 കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്നത്തെ വിഷൻ 2031 സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2016 മുതൽ ഘടനാപരമായ മാറ്റങ്ങൾക്കാണ് വകുപ്പ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. റേഷൻ സംവിധാനത്തിൽ എൻഡ്-ടു-എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കുകയും പൊതുവിതരണ സംവിധാനം അഴിമതിരഹിതവും സുതാര്യവും ആക്കുന്നതിന് അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നവീന സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പൊതുവിതരണ സംവിധാനം കുറ്റമറ്റതാക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും കഴിയും. 2019 കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെ സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും കരുതലോടെ ചേർത്ത് നിർത്തുന്നതിനും രാജ്യത്തിന് ആകമാനം മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞകാല പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുന്നതിനുപരിയായി പോഷക സമൃദ്ധമായ ആഹാരം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനായി തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ പൊതുവിതരണ വകുപ്പ് എന്നും ജനങ്ങൾക്കൊപ്പമുണ്ട്. എന്നാൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളുടെയും പ്രായപൂർത്തിയായവരുടെയും എണ്ണം വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് സ്വീകരിക്കേണ്ട നയരൂപീകരണത്തിൽ പോഷക ഭദ്രത ഉറപ്പുവരുത്തേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നു. കഴിഞ്ഞ 9 വർഷക്കാലം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിൻ്റെയും സപ്ലൈകോയുടെയും ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമ്പത്തിക സാമൂഹിക പുരോഗതിക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ മുഖ്യ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെയും ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവരുടെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥലം MLA അഡ്വക്കേറ്റ് DK പ്രശാന്ത് അവர்களுം ബഹുമാനപ്പെട്ട MLA ശ്രീ G സ്റ്റീഫൻ അരുവിക്കര മണ്ഡലം അവരുടെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ സെക്രട്ടറി ശ്രീ MG രാജമാണിക്യം IAS സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിയിട്ടുള്ള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഹരിലാൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഡൽഹി IIT പ്രൊഫസർ ശ്രീമതി റീതിക എസ് വേറ മേഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ സാറിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഊമൻ, സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജയകൃഷ്ണൻ MP IAS, ലീഗൽ മെട്രോളജി കൺട്രോളർ ശ്രീ ജെ കിഷോർ കുമാർ IPS എന്നിവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. റേഷനി കൺട്രോളർ ശ്രീമതി ജ്യോതി കൃഷ്ണയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിഷൻ 2031 സെമിനാർ വിജയകരമായി നടപ്പിലാക്കുന്നതിനും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടെ ദൃശ്യശ്രവ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾക്കും കൺസ്യൂമർ ക്ലബ് അംഗങ്ങൾക്കും റേഷൻ വ്യാപാരി സുഹൃത്തുക്കൾക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വകുപ്പിലെ എല്ലാ ജീവനക്കാർക്കും എൻ്റെ പേരിലും ഈ വകുപ്പിൻ്റെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി.